അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അഖ്ലാഖിലെ 1ാം പാഠത്തിൻ്റെ തദ്രീബാത്താണ്. തദ്രീബാത്തിൻ്റെ 1ാം ഘട്ടം. ഉസ്താദ് വായിക്കുമ്പോൾ കണ്ണടച്ച് ഏറ്റുപറയാം. ഞാൻ സൽസ്വഭാവിയാകും. നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ. സൽസ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കും. 2ാം ഭാഗം. ഉത്തരം കണ്ടെത്താം. 1. സൽസ്വഭാവം എന്നാൽ എന്ത്? ഉത്തരം: പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. 2ാമത്തെ ചോദ്യം. ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉത്തരം: സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 3ാമത്തെ ചോദ്യം. നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം. എന്തിന്? ഉത്തരം: സൽസ്വഭാവിയാകാൻ. 3ാം ഘട്ടം. വ്യക്തമാക്കുക. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ. ഉത്തരം: നീ എവിടെയാണെങ്കിലും അല്ലാഹുവിന് തഖ്വ ചെയ്യുക. ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ സൽക്കർമ്മം ചെയ്യുക. എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മായ്ച്ചു കളയും. ഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. 2. സൽസ്വഭാവം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ. 1. നന്മ അധികരിപ്പിക്കുക. 2. നല്ല വാക്കു പറയുക. 3. സംസാരം കുറക്കുക. 4. നന്ദിയുള്ളവനാവുക. 5. സത്യസന്ധത. 6. പാപങ്ങൾ വെടിയുക. 7. പ്രയാസങ്ങൾ സഹിക്കുക. 8. മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. 9. മറ്റുള്ളവരെ സഹായിക്കുക. 10. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. തദ്രീബാത്തിൻ്റെ 4ാം ഘട്ടം. എഴുതാം, വിലയിരുത്താം. സൽസ്വഭാവത്തിൽപ്പെട്ട 11 കാര്യങ്ങൾ എഴുതുക. ശേഷം അതിൽ എത്ര എണ്ണം നിങ്ങളിൽ ഉണ്ടെന്ന് വിലയിരുത്തുക. 1. നന്മ അധികരിപ്പിക്കുക. 2. നല്ല വാക്കു പറയുക. 3. സംസാരം കുറയ്ക്കുക. 4. നന്ദിയുള്ളവനാകുക. 5. സത്യസന്ധത. 6. പാപങ്ങൾ വെടിയുക. 7. പ്രയാസങ്ങൾ സഹിക്കുക. 8. മാതാപിതാക്കൾ, ഗുരുനാഥർ മുതലായവരോടുള്ള കടമകൾ നിർവഹിക്കുക. 9. മറ്റുള്ളവരെ സഹായിക്കുക. 10. ആരെയും ഉപദ്രവിക്കാതിരിക്കുക. 11. വലിയവരെ ബഹുമാനിക്കുക, ചെറിയവരെ സ്നേഹിക്കുക. 5ാം ഘട്ടം പൂർത്തിയാക്കാം. അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഖുലുഖി. ഇന്നത്തെ ഭാഗം ഇത്രയും മാത്രമേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.